നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് PSG ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം നടക്കുന്നത്. രണ്ട് ടീമുകളും തമ്മിലൊരു കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്നാണ് ഡോട്ട്മുണ്ടിൻ്റെ കോച്ച് പറഞ്ഞത്. രണ്ട് ക്ലോസ് മത്സരങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് തെസിച്ച് പറയുന്നു. അതേസമയം PSG കോച്ച് പറയുന്നത് അവർക്ക് ക്വാഡ്രപ്പിളിലാണ് കണ്ണ് എന്നാണ്. അത് വേണമെങ്കിൽ ഈ UCL വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനാവുമോ? വലിയ ചോദ്യമാണ്. PSG സംബന്ധിച്ചിടത്തോളം UCL നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അവരുടെ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നെയ്മറെ കൊണ്ടുവന്നതും എംബാപ്പയെ കൊണ്ടുവന്നതും മെസ്സിയെ കൊണ്ടുവന്നതും മെസ്സിയും നെയ്മറും ഒക്കെ പോയിട്ടും എംബാപ്പയെ അവിടുത്തെ നിലനിർത്തി. ഇതൊക്കെ അവർ ലക്ഷ്യം വെക്കുന്നത് PSG UCL നേടുക എന്നുള്ളതിലേക്കാണ്. ലൂയിസ് എൻറിക്കയെ കൊണ്ടുവന്നുകൊണ്ട് മികച്ചൊരു ടീം ഉണ്ടാക്കിയിട്ടാണ് ഇത്തവണ അവർ പോരാടുന്നത്. സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒട്ടും കാൽ വഴുതാതിരിക്കുക, അതാണ് ഇന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. പിന്നെ ബാക്കി അങ്ങ് പാഗ്ഡസ് പ്രിൻസസിൽ വെച്ച് തീർക്കാം. എന്തായാലും ഓരോ സുപ്രധാനമായിട്ടുള്ള കളിക്ക് മുമ്പും നമ്മൾ ആരിറങ്ങും ആര് നേടും എന്നുള്ള വീഡിയോ ചെയ്യാറുണ്ടല്ലോ. രണ്ട് കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്യാറുള്ളത്. ഒന്ന്, പ്രോബിൾ ലൈനപ്പ്, രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പ്. അതുപോലെ എന്താണ് പ്രഡിക്ഷൻ, ആര് വിജയിക്കും എന്നാണ് പ്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ ഈ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം PSG ലൈക്ലി ലൈനപ്പ് നോക്കാം, പ്രോബിൾ ലൈനപ്പ് നോക്കാം. ഇതിൽ ന്യൂനോ മെൻഡസിൻ്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫൈനൽ ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് മാത്രം മാറ്റി നിർത്തപ്പെട്ടതാണ്. അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലേക്കിപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ലേക്കിപ്പിൻ്റെ ഒരു പ്രോബിൾ 11ലേക്ക് പോവുകയാണ്. PSG ജിയാൻലുക്കി ഡൊണാൾഡുമ, ദെൻ ന്യൂനോ മെൻഡസ്, ലൂക്കാസ് ഹെർണാണ്ടസ്, മാർക്കിനോസ്, അഷ്റഫ് ഹക്കീമി, പിന്നെ ഫാബിയൻ റൂയിസ്, വിത്തിഞ്ഞ, വാറൻ എമറി, ബ്രാഡ്ലി ബർക്കോള, കിലിയൻ എംബാപ്പെ, ഓസ്മാൻ ഡംബലെ. ഇതാണ് അവരുടെ ഒരു പ്രോബിൾ 11 പറയുന്നത്. അതുപോലെ തന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രിഗോർ കോബല്, ഇയാൻ മാറ്റ്സന്, നിക്കോ സ്ലോട്ടർബെക്ക്, മാറ്റ് ഹെമ്മൽസ്, ജൂലിയൻ റേസൻ, എംബ്രെ കാൻ, മാർസൽ സവിറ്റ്സർ, ജേഡൻ സാൻജോ, ജൂലിയൻ ബ്രാൻഡ്, കരീം അഡേമി, നിക്ലാസ് ഫ്രൂക്ക്. ഇതാണ് ഇപ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എളുപ്പമല്ല. പ്രഡിക്ഷൻ എന്നുള്ളത് നമ്മൾ കളിയോടുള്ളൊരു ആവേശത്തിൽ അങ്ങ് പറയുന്നതാണ്. 90 മിനിറ്റ് കളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. എങ്കിലും റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ, ഇന്നത്തെ മത്സരം 2-1 PSG വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.